അയ്യോ ചേച്ചി നീ എന്ത് ഫൗളാടി കാണിച്ചേ? ഞാൻ എന്ത് ഫൗളാടി കാണിച്ചത്? നിനക്ക് കളിക്കാറുണ്ടെങ്കിൽ നീ അത് പറ. ഓ പിന്നെ എനിക്ക് കളിക്കാറിനോട് തേയിപ്പ കുറ്റം അല്ലേ? പിന്നെ എന്ത് കാര്യം? എടി നിനക്ക് ബാഡ്മിന്റൺ എന്തെങ്കിലും നിയമങ്ങൾ അറിയാവോ? എനിക്ക് ആവശ്യത്തിനൊക്കെ അറിയാം. എന്നാ ഏതെങ്കിലും ഒരു നിയമം പറഞ്ഞേ കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ പിന്നെ കോർക്ക് ഇപ്പൊ ഞാൻ പാസ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് ഔട്ട് ആവുകയാണെങ്കിൽ നിനക്കൊരു പോയിന്റ്. അത്രയൊക്കെ എനിക്കറിയും. കൊള്ളാം. എന്റെ ചേച്ചി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ക്രിക്കറ്റ് ബാറ്റും ബോളും ഉപയോഗിച്ചാണ് കളിക്കണമെങ്കിൽ നമ്മൾ ഈ ബാഡ്മിന്റൺ കളിക്കുന്നത് റാക്കറ്റും ഷട്ടിലും യൂസ് ചെയ്താണ്. ക്രിക്കറ്റിന്റെ ബാറ്റ് മെയിൻലി വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഷട്ടിലിന്റെ ബാറ്റ് നമ്മൾ അതിന്റെ മെയിൻ ഭാഗം നമ്മൾ ഉണ്ടാക്കുന്നത് ചരട് നെയ്തിട്ടാ. അതെ, നീ ഇപ്പൊ എന്താ എന്റെ അടുത്ത് ചോദിച്ചത്? റൂൾസിന്റെ കാര്യം. നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതിന്റെ നിർമ്മാണോ? കുറച്ച് സമയം തരുമോ? ശരി, നീ പറ. വെടി വെക്കല്ലേ. അപ്പൊ ഈ റാക്കറ്റ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കായിക വിനോദമാണ് ബാഡ്മിന്റൺ. ഒരു വലയുടെ മുകളിൽ കൂടെ ഷട്ടിൽ കോക്ക് അതിന്റെ റാക്കറ്റ് ഉപയോഗിച്ച് അടിച്ചാണ് നമ്മൾ ഈ ബാഡ്മിന്റൺ കളിക്കണം. ഒരു കളത്തില് ദീർഘദൂരത്തില് ഇരുവശത്തായിട്ട് ഓരോ കളിക്കാരോ ഒരാളാണ് നിൽക്കുന്നെങ്കിൽ ഓരോ ആൾക്കാരാണ് ഇരുവശത്ത് നിൽക്കുന്നെങ്കിൽ അതിന് സിംഗിൾസ് എന്ന് പറയും. ഇപ്പൊ രണ്ടുപേര് ജോഡിയായിട്ടാണ് ഇരുവശത്ത് നിൽക്കുന്നെങ്കിൽ ഡബിൾസ് എന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ബാഡ്മിന്റൺ കളിക്കാറുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു കളിക്കാരന് നമ്മുടെ ഈ ഷട്ടിൽ കോക്ക് നെറ്റിന്റെ വലയുടെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു വട്ടമേ അടിക്കാൻ സാധിക്കുള്ളൂ. എടി ഡബിൾസിലും അങ്ങനെ തന്നെയാണ്. മതി. നീ ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പഠിച്ച്? പഠിക്കാൻ തോന്നിരിക്കുന്നത്. എടി നമ്മള് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഓരോ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് ആ നിയമങ്ങളെ പറ്റിയിട്ട് ഒരു കാര്യം അറിയത്തില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. എന്റെ പൊന്നു പിങ്കി, ഇതുപോലുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നീ പോയിട്ടുള്ളൂ, ബാക്കി ആരും. വാ നമുക്ക് കളിക്കാം. ഓ അയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് മാടി. എന്തിത്ര മടി പറഞ്ഞല്ലോ. അല്ല ഇത്രയും നാളെ നീ ആ ഇതിലല്ലേ വന്നോണ്ടിരുന്നേ, ഇപ്പൊ മാത്രം തോന്നുന്നു. പിന്നെ എനിക്ക് വലിയ നിർബന്ധമില്ല, നീ വേണമെങ്കിൽ വന്നാൽ മതി. നോക്ക് എന്ത് കോലം. വാ ഇങ്ങോട്ട്. എനിക്ക് അല്ലെങ്കിൽ അറിയാം, വേണമെങ്കിൽ ഞാൻ വന്നാൽ മതി. കാരണം എനിക്ക് വയസ്സായല്ലോ, നീ നമ്മളെ ആവശ്യമില്ലല്ലോ. വയസ്സാ? ഓ ഒന്ന് നിർത്ത്. ഒരു വഴിക്ക് പോകുന്നെങ്കിലേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് വഴക്കുണ്ടാക്കാതെ പൊയ്ക്കൂടെ? മക്കളെ എനിക്ക് മതിയായി ഇത്. എന്തോന്ന് എപ്പോഴും ഇങ്ങനെ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അക്ഷയ പോണെന്നല്ലേ പറഞ്ഞേ? ഈ വേഷം ഒന്നും കണ്ടിട്ട് അക്ഷയ പോണതായിട്ട് എനിക്ക് തോന്നലല്ലോ. അത് അക്ഷയിൽ എന്തോ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അതേപോലെ എന്റെ സാധാരണ ഉടുപ്പുകളൊക്കെ അവിടെ നനയ്ക്കേട്ടേക്കണം, അയൺ ചെയ്തൊന്നുമില്ല. നോക്കിയപ്പോ ഇത് മോളെ ഇരുന്ന് അങ്ങ് എടുത്തിട്ട് അത്രേ ഉള്ളൂ. ഉടുപ്പിന്റെ കാര്യം ഓക്കെ. ഇതെന്തോ ഈ നെറ്റിരിക്കുന്ന ഗോപുരു? അതാ മറ്റേ സീരിയലില്ല, മറ്റേ അമ്മയമ്മേര് പറഞ്ഞവരില്ലേ, അവരിടുന്ന പൊട്ട് കണ്ടപ്പോ എനിക്ക് എവിടെയെങ്കിലും ഇടുന്നൊരു ആഗ്രഹം തോന്നി, ഞാൻ ഇപ്പൊ എടുത്തിട്ട് അത്രല്ലേ ഉള്ളൂ. അല്ല അച്ഛാ, അച്ഛനിത് എന്തോന്നായിട്ടിരിക്കുന്നേ? കൗബോയ് സ്റ്റൈലുള്ള ഷൂസും ജീൻസും. അത് ഞാൻ നിങ്ങൾക്ക് എന്തോന്നൊക്കെ അറിയണം പിള്ളേരെ. കുട്ടികളെ പോലത്തെ വർത്താനം പറയണം, വലിയ അമ്മച്ചിമാരായിട്ടും. ഓ വലിയ ഡയലോഗ്. നീ കളിച്ചോണ്ടിരിക്കുന്ന വരുന്നുണ്ടോ? ആ സ്കൂട്ടറിലാണെങ്കിൽ ഞാൻ വരണില്ല. അല്ല അപ്പൊ നിങ്ങൾ സ്കൂട്ടറിലല്ലേ പോകുന്നേ? ഞങ്ങൾ വിമാനത്തിൽ പോകണം. എന്ത് നീ പറഞ്ഞ? അയ്യോ ഇല്ല അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. രണ്ടെണ്ണം കൂടി റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കരുത്. എന്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ്. മക്കളെ ഞാൻ ഒന്നിനും പോവില്ല. ഇവള് വല്ലതും പറഞ്ഞ ഞാൻ മിണ്ടായിരിക്കത്തില്ല, അത് പറഞ്ഞേക്കണം. പിന്നെ എന്നാ സ്കൂട്ടർ വേണ്ട, തമ്പുരാട്ടിക്ക് ഓട്ടോയിൽ കയറാൻ പറ്റുമോ? ഓ ഓട്ടോയിൽ നടക്ക്. ഓ നടക്കേ തന്നെ. അപ്പോ എപ്പോ വന്നാലും എന്തെങ്കിലും കുറ്റം പറഞ്ഞോണ്ടിരിക്കും, അല്ലാതെ എന്തോന്നാ ഇത് ശല്യം. പിറുകൊടുത്തോണ്ട് വരില്ല കേട്ടോ, നടന്നു പോകും. റോഡ് നിങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ഞാനും വരില്ല. നീ സംസാരിക്കണം. കുട്ടികൾ ഇത്ര വളർന്നു വരുന്നെന്ന് ഇവർക്ക് ഒരു ചിന്തയില്ലല്ലോ. എന്നിട്ടും തീരുന്നില്ലല്ലോ ഇവരെ വഴക്ക്. കാര്യമൊക്കെ ശരി തന്നെ. ചേച്ചി എന്തോ തരികിട മണക്കുന്നില്ലേ? എന്ത് തരികിട മണക്കാൻ? കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കഥ തുടങ്ങിയിട്ടുള്ള എന്തോ നടി വിളിച്ചു പറയണേ? നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തുവാടി? നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 21 വയസ്സായിരുന്നു. ഒരു അപ്രിയ സത്യം ഞാൻ പറയട്ടെ. എന്ത്? നിന്റെ വയസ്സ് മാത്രമേ കൂടുന്നുള്ളൂ. നീ ഇപ്പോഴും ആ തൊട്ടിലാണ് കിടക്കുന്നത് കേട്ടോ. ഓഹോ, നീ എന്തോന്ന് വിളിച്ചു പറയണത്? എന്ത്? നിനക്കൊന്നും മനസ്സിലായില്ല? ഇല്ല. കാരണം നീ കുട്ടിയാണ്, മനസ്സിലാവില്ല. ഞാൻ കുട്ടിയാണോ? അപ്പൊ നീ എന്താണ്? നിന്നെക്കാൾ കുട്ടിയാണല്ലോ. സമ്മതിച്ചല്ലോ. കൊടു. വാ കേറ്. നല്ല മാറ്റം വന്നില്ലേ? കുഴപ്പമില്ല. ഐസ്ക്രീം ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്നൊരാഗ്രഹം. ഐസ്ക്രീമാ?
ഇവിടെ അല്ലേ? ഇവിടെ അല്ലേ? ഇവിടെ ചോദിക്കാം. ചേട്ടാ ഐസ്ക്രീം ഉണ്ടോ? എനിക്ക് വേണമെന്നില്ല. ഐസ് പറ്റൂ. കാശ് കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കാം. ഒരു ഇരി. ഇവിടെ തന്നെ ഇരിക്കാണ് പണി. നിനക്കെപ്പോഴും പിങ്കിയെ പോലെയാണല്ലോ, ഐസ്ക്രീം കഴിച്ചല്ലേ പറ്റുള്ളൂ. നീ കഴിക്കും. എന്റെ അമ്മ. ശരിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിള്ളേരൊക്കെ വീട്ടിലാക്കിട്ടെ നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ വന്നത് പറഞ്ഞില്ല, തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? 5 മണി അങ്ങനെ ചോദിച്ചോ? ഇതെന്തോ തെറ്റാണോ? പിന്നെ ചോദിച്ചപ്പോ അല്ല മണി, നീ തന്നെ ആലോചിച്ചു, ഏതൊരു ഭാര്യയും ഭർത്താവിന്റെയും ആഗ്രഹമല്ലേ ഒരുമിച്ചിരിക്കണം, പാർക്കിൽ പോകണം, ഇതുപോലെ ഐസ്ക്രീം കഴിക്കണം, സിനിമയ്ക്ക് പോകണം. പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും ഒന്നും നടക്കൂല. കാരണം ജീവിതത്തിന്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോ അങ്ങനെയാണ്. അല്ല, നമ്മൾ തന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര പ്രാവശ്യം പോയി അവിടെ പോയി. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് സത്യത്തിൽ ഈ കല്യാണം കഴിഞ്ഞിട്ടേ നീയായിട്ട് പുറത്തൊക്കെ പോണം, ഇങ്ങനെ പാർക്കിലേക്ക് ഇരിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര നാളാണ്. ഞാനാണെങ്കിൽ 2 പെണ്ണുങ്ങളോടെ അടുത്തിടപഴകിയിട്ടുണ്ട്. ഒന്ന് അമ്മ, പിന്നെ ഒന്ന് ചിന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ നമ്മൾ വീട്ടിലിരിക്കുമ്പോ എപ്പോഴും അവര് കാണും. നമുക്കൊരു പ്രൈവസി ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് രവിയേട്ടനോടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും അതൊന്നും മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ആ ഒരു ഭയങ്കര വിഷമമാണ്. അതുണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഒന്നും ഉണ്ടാവൂലല്ലോ. രവിയേട്ടൻ ആ കൂടെ എപ്പോഴും തിരക്കിലായിരിക്കും. ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. ഇപ്പൊ വിഷമൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലായി, നിനക്കാണെങ്കിൽ ഞാൻ സിനിമയ്ക്കൊന്നും കൊണ്ടുപോയില്ല, അതുകൊണ്ട് വിഷമം ഉണ്ടായിരിക്കല്ലേ. സിനിമയ്ക്ക് പോയില്ലെന്നുള്ള വിഷമൊന്നുമില്ല. കാരണം മണിക്കൂടെ ചേട്ടൻ എല്ലാ സിനിമയും കൊണ്ട് കാണിക്കുമല്ലോ. സംസാരിക്കാൻ പറ്റില്ല നമ്മുടെ വിഷമം. സമാധാനം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടിരുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു രഹസ്യങ്ങളും സ്വകാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ല. എന്താ ചേട്ടാ അന്നൊന്നും എന്നെ പുറത്തൊന്നും കൊണ്ടുപോകില്ല? പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമോ? ദേഷ്യപ്പെടല്ലേ? പറ. അത് 2 കാര്യമുണ്ട്. ഒന്ന്, നീ കല്യാണം കഴിച്ചു വന്നപ്പോ സുന്ദരിയായിരുന്നു, ഇത് ഭംഗിയായിരുന്നു നീ. അപ്പോഴേ ഇത്രയും ക്യൂട്ടായിട്ടുള്ള നിന്നെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ വായി നോക്കിയൊക്കെ നിന്നിങ്ങനെ സംസാരിക്കുന്നു. എനിക്കത് ഇഷ്ടമല്ല. അതിലിപ്പോ ദേഷ്യപ്പെടാതിരിക്കുന്നു. അല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കളറ് തോന്നി, എനിക്ക് തോന്നി. രവിയേട്ടൊരു കാര്യം അറിയോ? രവിയേട്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം രവിയേട്ടൻ അതാണ്. ആണോ? പിന്നെ അല്ലാതെ ഇത്രയും കാലത്ത് പറഞ്ഞൂടെ, നമ്മള് കല്യാണം കഴിക്കുമ്പോഴേ നിറത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ലൈഫിൽ കുറച്ച് നാള് കളറൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോ ആ കളർ പതുക്കെ മങ്ങും. രവിയേട്ടന്റെ ഈ മനസ്സിന്റെ നന്മയൊന്നും എന്റെ തുണിയുടെ കളർ. നിന്റെ കളർ പോലെ തന്നെ മണി നിന്റെ മനസ്സും. നമുക്ക് പൊതുവെ എനിക്ക് ഐസ്ക്രീം ഒന്നും വലിയ ഇഷ്ടമല്ല. നിനക്കും മക്കൾക്കും ആണല്ലോ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഉണ്ടല്ലോ വീട്ടിലാവുമ്പോ പിള്ളേര് എന്റെ ഐസ്ക്രീം കൂടെ എടുത്തോണ്ട് പോകും. ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിക്കും. പിങ്കി, അയ്യോ, അവൾക്ക് ഒരു ലോഡ് ഐസ്ക്രീം കൊടുത്താലും അവൾക്ക് മതിയാകും. പിന്നെ ഒരു കാര്യം, നിനക്ക് ഞാൻ അതുപോലെ വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ, അധികം പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് ഇന്ന് ആടിക്ക് പൊളിക്കണം. പിള്ളേരെ വേറൊരു ദിവസം കൊണ്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ കുറ്റബോധം കൊണ്ട് മരിച്ചു. ചെയ്യാം. പോണ്ടേ? അമ്മ പോന്നോ? അടുത്തന്നെ തിയേറ്റർ കഴിച്ചോണ്ട് പൈസ കൊടുക്കില്ലേ? ആ, പൈസ കൊടുത്തില്ല. നീ ഇത് പിടി.
ചേച്ചി എന്നാൽ അവരിത് എവിടെ പോയത്? എടി അവരെവിടെയോ പോട്ട്, നിനക്ക് എന്തടി? അതല്ലല്ലോ, അക്ഷയ പോയിട്ട് വരെ ഇത്രയും സമയം എടുക്കൂ? നീ എന്തിനു പിങ്കി എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ ആയിട്ട് കാണിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നേ? എന്നാലോ ചേച്ചി അത് ശരിയല്ല. എന്നാ പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാ പോരായിരുന്നോ? എനിക്ക് ഒറ്റയ്ക്ക് പോണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളൂ. ഇപ്പൊ മനസ്സിലായ ജെബി ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കുള്ളൂ. പിന്നെ ഇനി ഞാൻ ചെയ്തോളാം. എനിക്കറിയാം ചെയ്യും. നിങ്ങളില്ല എനിക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റും. ഞാൻ നോക്കാം. എന്നിട്ട് പിന്നെ ഇന്ന് ചെയ്യാത്തത് ഇന്ന് പറ്റില്ല, ഇനി മുതൽ ഞാൻ ചെയ്യാന്നാണ് പറഞ്ഞത്. ഇനി മുതൽ നിന്നെ കൊണ്ടൊന്നും പറ്റൂല. ഒരു പേന ചോദിച്ചാൽ അതിനാണ് ഇത്ര ചാടാ. ഒപ്പിടാൻ എടി പിന്നെ അവിടെ ഒപ്പിടാൻ നേരത്തെ പേനയില്ല. അക്ഷയിൽ അത്രയും പേര് മുമ്പ് നാണം കേട്ട ഞാനല്ലേ. നിങ്ങളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ, കയ്യിലൊരു പേന വെക്കേണ്ട നിങ്ങളുടെ ജോലിയല്ലേ? ആ സ്കൂട്ടറിനകത്ത് പേനയും ബുക്കും എല്ലാം ഉണ്ട്. ഇനിയിപ്പോ സ്കൂട്ടർ എടുക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞ് അതിനെ എന്റെ തല കൊണ്ടിട്ട്. അല്ലേ അല്ലേ? അതെ അതെ അതെ, എന്തോന്നിത്? ഒരു ചെണ്ട വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുശാലായിരുന്നു എന്നല്ല. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അമ്മ അച്ഛ രാവിലെ തുടങ്ങിയ യുദ്ധമാണല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും. ഇതുവരെ തീർന്നില്ലേ? ആ റോഡിലുള്ളവരെല്ലാം കേട്ട് കാണും നില വിളിച്ചോണ്ട് വരുന്നത്. ഞാനല്ല, ഇവളാണ് എന്റെ തലയെ കൊണ്ട് വെച്ചത്. എല്ലാം എന്റെ തലയിലാക്കി. പിന്നെ ഇപ്പൊ കുറ്റപ്പെടുത്തില്ലെങ്കിൽ ഇപ്പൊ നമ്മക്കായിരിക്കും. രണ്ടും കൊള്ളാം. ഇത്ര പേര് കേട്ട് കാണും ഈശ്വര, നാണം കെടുത്താനായിട്ട്. എന്തോന്നടി ഇത്, എന്നും വഴക്ക് തന്നെ, ഒരു സമാധാനം ഇല്ല. എനിക്ക് ബോറടിക്കുന്ന ചേച്ചി. എത്ര ദിവസമായി ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട്? സത്യം ചേച്ചി ഒരു സിനിമ കണ്ടിട്ട് എത്ര ദിവസമായെന്ന് അറിയൂ? ശരിയാണ്, എത്ര നാളായി നമ്മൾ സിനിമയ്ക്കൊക്കെ പോയിട്ട്. അതെങ്ങനെ പോകാൻ പറ്റും? ഇതല്ലേ അവസ്ഥ. ഏതെങ്കിലും ഒരു വഴിക്ക് വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ? ഇതുപോലെ കിടന്ന് വഴക്കുണ്ടാക്കും. സിനിമ കാണാൻ തോന്നുന്നു. അക്ഷര വരെ പോയിട്ടുള്ള വഴക്കാണിത്. ഇടി ലാലേട്ടന്റെ സിനിമയിലെ ആറാട്ട്, അതിന്റെ ട്രെയിലർ കണ്ടടി. എങ്ങനെയുണ്ട്? കിടിലോന്ന് വെച്ചാ കിടിലോ, കാണേണ്ട പടമാണെന്ന് തോന്നടി. നമുക്ക് പോയി കണ്ടാലോ? കണ്ടാലോ? ശരിയാ. നമുക്ക് അതിന്റെ റിവ്യൂസ് വെക്കല്ല. നോക്കാം. ഞാൻ പറഞ്ഞില്ലേ. ഓഹോ, എന്തുവാ ചെയ്ത്? നിനക്ക് മനസ്സിലായില്ലേ എന്തുവാന്ന്? ഇതാണോ അക്ഷയ? ഇത് അക്ഷയ അല്ലടി, ഇത് ആറാട്ടാണ്. ആറാട്ട്. ഇഷ്ടര് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ നമ്മളടുത്ത്. എന്ത് ഷോ ആയിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചിട്ട് പോയത്? വെറുതെ വിടാൻ പറ്റൂല. എന്തുവാടി എന്നാലും അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ. ഇതിനൊരു പണി കൊടുത്തേ പറ്റൂ. ചേച്ചി പണി കൊടുക്കണ്ട. പിന്നെ പക്ഷെ ഇത് അവരെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പില്ല. എങ്ങനെ പറയിപ്പിക്കും? ഈ വീഡിയോ കാണിച്ചിട്ടോ? ഈ വീഡിയോ കാണിക്കില്ല, അതൊക്കെ ഫൈനൽ. അതിനു മുമ്പായിട്ടൊരു ട്വിസ്റ്റ് ഉണ്ട്. നീ അഭിനയിക്കാൻ തയ്യാറായിക്കോ? ഞാൻ റെഡി. അവരാറാട്ട് കഴിഞ്ഞു, ഇനി പിങ്കിയുടെ റിങ്കിയുടെ ആറാട്ട് അവരെ കാണാൻ പോണേ. വരുന്നുണ്ട്. തുടങ്ങിക്കോ. അല്ലേ നീ അങ്ങനെ പറഞ്ഞാ മതിയാ? ഞാൻ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അങ്ങ് വിശ്വസിക്കണം. നീ പറഞ്ഞ ഉടനെ അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. ഒന്ന് പോയടി. എടി കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ആറാട്ട് സിനിമയിലെ വില്ലൻ സുരേഷ് ഗോപിയാണ്. പിന്നെ എടി ആറാട്ട് സിനിമയിലെ വില്ലൻ സായി കുമാറാണ്. അല്ല, സുരേഷ് ഗോപിയാണ്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു സുരേഷ് ഗോപി? എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. ഏത് ഫ്രണ്ട്സ് പറഞ്ഞു? എന്റെ ഫ്രണ്ട്സ് നിന്റെ കണ്ണുപൊട്ട ഫ്രണ്ട്സ് ഓരോന്ന് പറഞ്ഞോട് നീ കണ്ണുപൊട്ട ഫ്രണ്ട്സ് നിന്റെ എന്റെ ഫ്രണ്ട്സ് കറക്റ്റ് ആയിട്ടേ പറയൂ. നീ എന്തൊക്കെ പറയാൻ സുരേഷ് ഗോപിയാണ്, സുരേഷ് ഗോപിയാണ്, സുരേഷ് ഗോപിയാണ്. സായി കുമാറാണ്. എന്താ പിള്ളേരെ? അമ്മ ആറാട് സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ച സുരേഷ് ഗോപി അല്ലേ? എനിക്കറിഞ്ഞോ? സുരേഷ് ഗോപി അല്ല അമ്മ, സായി കുമാറാണ്. അല്ല, സുരേഷ് ഗോപിയാണ്. സായി കുമാറാണ്. ഓ പിന്നെ രാവിലെ തുടങ്ങിയ അച്ഛാ ഞാൻ പറയാം. നെയ്യാറ്റിൻകര ഗോപന്റെ പടത്തില് മോഹൻലാലിന്റെ കൂടെ കട്ടയ്ക്ക് വില്ലനായിട്ട് അഭിനയിക്കാൻ സുരേഷ് ഗോപിക്കേ പറ്റൂ. സായി കുമാറിനെ പറ്റൂ. അല്ല, സുരേഷ് ഗോപിക്കേ പറ്റൂ. സായി കുമാർ
അയ്യോ രണ്ടും അല്ല വിജയരാഘവൻ. എന്താ വെച്ചാ എന്താ പറഞ്ഞ എന്താ വെച്ചാ പറഞ്ഞ എന്താ നേരത്തെ എന്താ പറഞ്ഞ വിജയരാഘവൻ അച്ഛൻ എങ്ങനെ അറിയാ? പോസ്റ്റർ കണ്ട് വിജയരാഘവൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് മോഹൻലാൽ. പോസ്റ്റർ കണ്ടു നിങ്ങൾ രണ്ടുപേരും കണ്ടായിരുന്നോ പോസ്റ്റർ? ഞാൻ കണ്ടില്ല. പോണ വഴിക്ക് കണ്ടു കാണുമല്ലോ. അച്ഛൻ ബാങ്കിൽ പോയപ്പോ കണ്ടാണ്, ഞാൻ കണ്ടില്ല. കണ്ടില്ല അല്ലേ? ഞങ്ങള് നല്ല നല്ല വലിയൊരു പോസ്റ്റർ ഉണ്ട് കേട്ടോ. രാംകുമാർ സാറും പറഞ്ഞു നല്ല പടമാണ്, വിജയരാഘവനാണ് വില്ലൻ. അച്ഛൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളൊരു പോസ്റ്റർ കണ്ടായിരുന്നു. അതിൽ വിജയരാഘവല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിങ്കി കാണിക്കടി. മനസ്സിലായി ചേച്ചി, കാണിക്കാം. ശ്രദ്ധിച്ചു നോക്കണേ. ശ്രദ്ധിച്ചു നോക്കണേ അച്ഛാ. അയ്യോ ഞാൻ ഇവിടെ വന്നാ മണി. അക്ഷയിൽ ഇപ്പൊ ഇതായിരിക്കും ഓടുന്നല്ലേ? ആറാട്ടാണല്ലേ ഓടുന്നത്? മക്കളെ ഞാൻ മാത്രല്ല മണിയുണ്ട്. അയ്യോ ഞങ്ങള് കണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു അച്ഛാ. ഇത് നമ്മുടെ അച്ഛനും അമ്മയാണെന്ന് നമുക്കറിയാം. അച്ഛാ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. എന്ത് പരിപാടിയാ നിങ്ങൾ കാണിച്ചു? ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു അല്ലേ? എന്തുവാ പ്രകടനം ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചത്? ഷോഫ് ആയിരുന്നു. എന്താ ഒരു ആക്ടിങ്. അതിന്റെ ആവശ്യം എന്തുവായിരുന്നു? അതാ മനസ്സിലാവും. ആവശ്യം എന്തുവായിരുന്നു? അത് മക്കളെ, ഈ കുട്ടികൾ പ്രായമായി കഴിഞ്ഞാലേ അച്ഛനും അമ്മയൊക്കെ ഒന്ന് ഒതുങ്ങിയൊക്കെ ജീവിക്കണം എന്നാണല്ലോ നാട്ടു നടപ്പേ. അച്ഛാ അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ അച്ഛാ. ഞങ്ങളൊന്നും ആ ചിന്താഗതിപ്പെട്ട ആൾക്കാരല്ല. ഇത്രയും കാലമായിട്ട് ഞങ്ങളെ അച്ഛന് മനസ്സിലായില്ലല്ലോ. ഒട്ടും മനസ്സിലാക്കിയില്ലല്ലോ അച്ഛാ. അച്ഛാ നിങ്ങൾ സിനിമയ്ക്ക് പോയാലോ പാർക്കിൽ പോയാലോ അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിന് ഞങ്ങൾക്ക് ഒരു ദേഷ്യമോ പരിഭവോ ഒന്നും ഇല്ല. പക്ഷെ ഞങ്ങക്ക് വിഷമം ഉണ്ടായത് എന്താണെന്നറിയോ? ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവാ. അറിയായിരുന്നു. അതേ ഉള്ളു വിഷമം. അത് നിങ്ങൾ ചെയ്തു. സോറി മക്കളെ. പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ ഉടനെ വിട്ടേനെ. എന്താ എന്ത് വിടാ? ഞങ്ങളും വരണം കൂടെ വരൂലേ? ഇല്ല. നിങ്ങളെയും കൊണ്ട് ഞാൻ 2 പ്രാവശ്യം സിനിമയ്ക്ക് പോകും. അത് വേണ്ട അമ്മ, ഞാൻ പറയാം. ഞങ്ങൾക്ക് ഒരു 1000 രൂപ താ. 1000 രൂപ എന്തിന്? സിനിമയ്ക്ക് പോയാൻ ഞങ്ങള് 2 പേര്. സിനിമയ്ക്ക് പോവാനേ 220 രൂപ മതി. അങ്ങനെ 220 സിനിമ കാണണം. വേണ്ട, ഞങ്ങൾക്ക് 500 രൂപ വെച്ച് സിനിമയ്ക്ക് കാണാൻ പോയാ മതി.